എൻ്റെ വോയിസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എന്ന് ആരും പറയാത്ത ശ്രദ്ധിക്കാതെ പോയതാ യുവ തുർക്കിയിൽ വിജയശാന്തിക്ക് ഡബ് ചെയ്തത്. നീ പാർട്ടിയുടെ വലിയ സിംഹമാണ്. ഇവരുടെ വോയിസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഡബ് ട്രാക്ക് നമ്മൾ അല്ല അവരുടെ പൈലറ്റ് ട്രാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പം ഞാൻ ഒരു സിനിമ എൻ്റെ സിനിമയല്ല വേറൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് കാണുകയാണെങ്കിൽ ആ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഹീറോയിൻ ആണെങ്കിൽ വെച്ചാൽ ലൈഫിൽ ഞാൻ ആദ്യം എൻ്റെ ക്ലൈമാക്സിലേക്ക് പോകും. കാരണം ഇവർ വിജയിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പം ഞാൻ ഇവള് തോറ്റു പോകും, ഇവള് തോൽക്കരുത്, അതിപ്പോൾ ഹീറോയോടും ഉണ്ട് കേട്ടോ. ന്യായത്തിന് വേണ്ടി പോരാടുന്ന ഒരാൾ ഫൈനലി വിജയിക്കുന്നുണ്ടോ, അത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അല്ലാത്ത സിനിമ ഞാൻ പറയും അത് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഉള്ളിൽ പെണ്ണിനോട് വൃത്തികേട് പറയുന്നുണ്ട് അതിങ്ങനെ അത്. അപ്പോൾ ആ സമയത്ത് പുറത്തേക്ക് അവിടെ ശരിക്കും മൈക്കിന് മുമ്പിൽ ഇങ്ങനെ ശരിക്കും കാല് പൊക്കിയാണ് ഞാൻ ആ സൗണ്ട് ഞാൻ കൊടുക്കുന്നത്. ആ ഇടിക്കുന്ന ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ട് ആ ഒരു സിനിമയെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വാണി വിശ്വനാഥന് വേണ്ടി പോലീസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പവർഫുള്ളായിട്ട് ആ ഡയലോഗ്, പിന്നെ അതുപോലെ ഇതിൽ ഫൈറ്റ് സീനിൽ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ അപ്പം ഭദ്രേട്ടൻ പറയാം വേദനിക്കാൻ പാടില്ല. കാരണം അവൾക്ക് വേദനിക്കില്ല, അവള് അവിടെ നിന്ന് ഒരു അടി കിട്ടുമ്പോൾ അവള് കുറെ കൂടി. അപ്പോ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയാണ്. നമ്മുടെ ഉള്ളില് മറ്റു അങ്ങനെ എന്നോട് ഒരിക്കലും പറയത് ഗോപേട്ട എന്നൊക്കെ പറയുന്നത് വിട്ടിട്ട് വേറൊരു സാധനത്തിലേക്ക് പോകുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ റിയലായിട്ടുള്ള ഒരു ഫൈറ്റർ പുറത്തേക്ക് വരും.